കൈ പിടിച്ച് അഭ്യാസം കാണിക്കാൻ പേടിയായതുകൊണ്ടാണ് കേട്ടോ ഇത് പാത്രത്തിലിട്ട് ഈ അഭ്യാസം കാണിക്കുന്നത്. എന്തോ ചൂടുവെള്ളത്തിലിട്ട് ഇതിനെ തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാനിത് കൈകൊണ്ട് തൊടാറുള്ളൂ. സാധാരണ കിറ്റിലൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ ഇത് അകത്ത് കിടന്ന് നല്ല ഞെരുവിരിയായിരിക്കും. എങ്ങാനും ഇറക്കിയാലോ, അതാണ് എൻ്റെ പേടി. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കും. തിളപ്പിച്ചതിന് ശേഷം ദാ ഇങ്ങനത്തെ അക്രമങ്ങളൊക്കെ കാണിച്ചു കൂട്ടും. ചൂടുവെള്ളത്തിലിട്ട ശേഷം പിന്നീട് ഇവനെ നന്നായിട്ട് ഒടിച്ചു മടക്കിയൊക്കെ എടുക്കണം. അതിനുശേഷം ഇവനെ കറിക്കായിട്ട് പ്രിപ്പയർ ആക്കി വെക്കാം. അപ്പോൾ കറി വെക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സാധാരണ സബോള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടെ നന്നായിട്ട് അരിഞ്ഞ് എണ്ണയിലിട്ട് വാട്ടിയതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പുളിയും ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഒടിച്ചു വെച്ചിരിക്കുന്ന ഞണ്ടെല്ലാം ചേർത്ത് കൊടുക്കണേ. ഇനി വഴണ്ട് വന്ന മസാലയും സബോളയും എല്ലാം ചേർത്തിട്ട് ഞണ്ടിനെ നന്നായിട്ട് മൂടി വെക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. രാവിലെ കുറച്ച് കാച്ചിലുണ്ടായിരുന്നു കേട്ടോ. കാച്ചിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ നല്ല വെന്ത കാച്ചിൽ ചൂടോടെ തന്നെ ദാ ഞണ്ട് കറിയും കൂട്ടി കഴിക്കാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.